വയനാടൻ മലയിറങ്ങി നാലു നാടിടം കൊള്ളാൻ ആദിപ്പറമ്പും താണ്ടി കുലവദേവൻ. വയനാടൻ മലയിറങ്ങി നാലു നാടിടം കൊള്ളാൻ ആദിപ്പറമ്പും താണ്ടി കുലവദേവൻ. നാദാപുരം ചെമ്മരത്തി മാടത്തിൻ മുറ്റത്തെത്തി പൈതാഹം മാറ്റാൻ തുടം കള്ള് കോതിച്ചു ദേവൻ. നാദാപുരം ചെമ്മരത്തി മാടത്തിൻ മുറ്റത്തെത്തി പൈതാഹം മാറ്റാൻ തുടം കള്ള് കോതിച്ചു ദേവൻ. വയനാടൻ മലയിറങ്ങി നാലു നാടിടം കൊള്ളാൻ ആദിപ്പറമ്പും താണ്ടി കുലവദേവൻ. പൊന്മകൻ പൊനം കൊയ്യാൻ പോയ കേളനല്ലാതെ നൽകുവാൻ കള്ളില്ലെന്ന് ചൊല്ലുന്നു ചെമ്മരത്തി. പൊന്മകൻ പൊനം കൊയ്യാൻ പോയ കേളനല്ലാതെ നൽകുവാൻ കള്ളില്ലെന്ന് ചൊല്ലുന്നു ചെമ്മരത്തി. ഇല്ലെങ്കിൽ നല്ലതെന്നാഴത്തിൽ മൂളി ദേവൻ വല്ലപാടേ നട നീണ്ട വഴി തുടർന്നു. ഇല്ലെങ്കിൽ നല്ലതെന്നാഴത്തിൽ മൂളി ദേവൻ വല്ലപാടേ നട നീണ്ട വഴി തുടർന്നു. വയനാടൻ മലയിറങ്ങി നാലു നാടിടം കൊള്ളാൻ ആദിപ്പറമ്പും താണ്ടി കുലവദേവൻ. ഒരു നാടു വട്ടത്തിൽ കാടൊഴിച്ചു നട്ടുച്ചയ്ക്ക് ഒരു വേട്ട മൃഗവുമായി തിരികെ വന്നെത്തി കേളൻ. ഒരു നാടു വട്ടത്തിൽ കാടൊഴിച്ചു നട്ടുച്ചയ്ക്ക് ഒരു വേട്ട മൃഗവുമായി തിരികെ വന്നെത്തി കേളൻ. ഒരു തുള്ളിക്കള്ളില്ല കുടം കണ്ടങ്ങമ്പരന്നു ഒരു വൃദ്ധൻ വന്നു പോയ വഴി ചൂണ്ടി ചെമ്മരത്തി. ഒരു തുള്ളിക്കള്ളില്ല കുടം കണ്ടങ്ങമ്പരന്നു ഒരു വൃദ്ധൻ വന്നു പോയ വഴി ചൂണ്ടി ചെമ്മരത്തി. വയനാടൻ മലയിറങ്ങി നാലു നാടിടം കൊള്ളാൻ ആദിപ്പറമ്പും താണ്ടി കുലവദേവൻ. തൊണ്ടച്ചായെന്നുള്ളോരാദരം വിളി കേട്ട് തൊണ്ടച്ചനായി ദൈവം കേളനോടൊപ്പം ചെന്നു. തൊണ്ടച്ചായെന്നുള്ളോരാദരം വിളി കേട്ട് തൊണ്ടച്ചനായി ദൈവം കേളനോടൊപ്പം ചെന്നു. ഉള്ളതുണ്ടാകുമെന്ന് ചൊല്ലിലത്ഭുതം കേളൻ ഉള്ളം പതഞ്ഞു നുര ചിന്നുന്നു മധുകുംഭം. ഉള്ളതുണ്ടാകുമെന്ന് ചൊല്ലിലത്ഭുതം കേളൻ ഉള്ളം പതഞ്ഞു നുര ചിന്നുന്നു മധുകുംഭം. വയനാടൻ മലയിറങ്ങി നാലു നാടിടം കൊള്ളാൻ ആദിപ്പറമ്പും താണ്ടി കുലവദേവൻ. ഉള്ളാലും ഉടലാലും നമിച്ചു നിന്നു കേളൻ കല്ലുവ കോതിയതിൽ അമ്മയും മാപ്പിരന്നു. ഉള്ളാലും ഉടലാലും നമിച്ചു നിന്നു കേളൻ കല്ലുവ കോതിയതിൽ അമ്മയും മാപ്പിരന്നു. ചുട്ടിറച്ചി വെച്ചിറച്ചി മധുകൂട്ടി അമൃതേത്തിൻ ഉത്തമനായ ദൈവ പുന്മത്തം കേളിയാടി
ചുട്ടിറച്ചി വച്ചിറച്ചി മധുകൂട്ടി അമൃതേത്തിൻ ഉത്തമനായ ദൈവം ഉന്മത്തം കേളിയാടി. വയനാടൻ മലയിറങ്ങി 4 നാടിടം കൊള്ളാൻ ആദിപ്പറമ്പും താണ്ടി കുലവദേവൻ. കേളനിൽ ദേവാംശം കണ്ടറിഞ്ഞു കുലവൻ, കേവലനാമവനെ ദേവനാക്കാനുറച്ചു. കേളനിൽ ദേവാംശം കണ്ടറിഞ്ഞു കുലവൻ, കേവലനാമവനെ ദേവനാക്കാനുറച്ചു. വെയിലാറിയ നേരത്ത് കാടിന്നു തീയിടാൻ, വിത്തെറിയും നിലമൊരുക്കാൻ കേളനോ മാടമിറങ്ങി. വെയിലാറിയ നേരത്ത് കാടിന്നു തീയിടാൻ, വിത്തെറിയും നിലമൊരുക്കാൻ കുലവനും കൂടെ ഇറങ്ങി. വയനാടൻ മലയിറങ്ങി 4 നാടിടം കൊള്ളാൻ ആദിപ്പറമ്പും താണ്ടി കുലവദേവൻ. തൃക്കണ്ണിൽ തീയാളി കാടുതീ കാടായി, തൃക്കരുവാകാൻ കേളൻ തീയാട്ടമാടി. തൃക്കണ്ണിൽ തീയാളി കാടുതീ കാടായി, തൃക്കരുവാകാൻ കേളൻ തീയാട്ടമാടി. കരിവേലൻ കാളിയൻ തിരുനാഗത്താന്മാരും ഇരുമാറിൽ ദംശിച്ച് കൂടിയെരിഞ്ഞു. കരിവേലൻ കാളിയൻ ഇരുനാഗത്താന്മാരും ഇരുമാറിൽ ദംശിച്ച് കൂടിയെരിഞ്ഞു. അഗ്നിയിൽ സ്ഫുടമാർന്ന മാനവൻ തെയ്യമായി ഉത്സവത്തിൽ ശ്രീ മഹാമായ സമർപ്പിച്ചതായി അറിയിക്കുന്നു. ശ്രീ മഹാമായ ദയവായി കുടിവെള്ള വിതരണ സ്ഥലത്തെത്തി താല്പര്യം സ്വീകരിച്ചു.
നൽകുന്ന ബഫേലുകൾ ദാഹജല വിതരണ സ്ഥലത്തെത്തി ദാഹജലം സ്വീകരിച്ച് ഭക്ഷണശാലയിൽ എത്തി ഭക്ഷണം കഴിക്കാൻ അത് ബൈൽ മറിഞ്ഞു വരണ സകൃഷ്ണേ ഇങ്ങോട്ട് നോക്ക് ഇതെല്ലാം പിന്നെ വല്ലാതെ കിട്ടുപോയാലും കിട്ടിയില്ല. അല്ല വേറെ ആളെ ഏൽപ്പിക്കുന്നല്ല ഏൽപ്പിച്ചാലും ഇല്ലല്ലോ. അല്ല നീ ഉറപ്പ് പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കാണലും മറന്നോണ്ടായിട്ട് സുകേഷ് ഒന്നും ഇങ്ങോട്ട് നോക്കടാ. കേൾക്കുന്നില്ലേ? അത് പറയാം എടുക്കട്ടിപ്പാ. കഴിഞ്ഞ ദിവസം പേരെങ്കിയാ പറയാം. നീ രാവിലെ വാ, ഞാൻ ഇങ്ങനെ വിളിച്ച് നിൽക്കുന്ന കാണിക്കാൻ എനിക്ക്. കണ്ടതാ ഇപ്പൊ നേരത്തെ വെള്ളം കുടിക്കുന്നിടത്തുണ്ടായി. ഇപ്പൊ അതാ ഒരു പ്രശ്നമില്ല, വെച്ചോ നിങ്ങൾ സംഭവം എന്നെ നോക്ക്. എല്ലാം ഇതെന്തെന്ന് വിചാരിച്ചേ.
എന്താ പറയല്ലോ മാമൻ വീഡിയോ ഇട്ടു. അടുത്തുണ്ട് അതുണ്ട് ഞാൻ അങ്ങനെ അങ്ങനെ കേട്ടാൽ ഇഷ്ടമില്ല അതുകൊണ്ട് കേട്ടാൽ മതി അല്ലെങ്കിൽ എടുത്തിട്ടുണ്ടാവില്ല വേദിയിലും വേദിക്കൊമ്പിൽ ഇരിക്കുന്ന ബഹുമാനപ്പെട്ടവരെ, സ്നേഹമുള്ള നാട്ടുകാരെ, സുഹൃത്തുക്കളെ, മുത്തക്കാട് സായത്ത് തറവാട്ടിൽ 27 വർഷങ്ങൾക്ക് ശേഷം നടത്തുന്ന തെയ്യങ്കെട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി അതിന്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള കലവറ നിറക്കൽ ചടങ്ങാണ് ഇന്ന് രാവിലെ മുതൽ ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇന്നേ ദിവസം തന്നെ ഒരു സൗഹൃദ സാംസ്കാരിക സമ്മേളനം കൂടി സംഘടിപ്പിക്കണമെന്ന് കമ്മിറ്റി തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇതുപോലെയുള്ളൊരു സമ്മേളനം സംഘടിപ്പിക്കേണ്ടായിരുന്നത്. മതങ്ങളും മതാചാര്യന്മാരും നമ്മുടെ സമൂഹത്തിലെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളെയും ഒന്നായി കാണണമെന്ന് പറയുന്ന ശ്രീഭഗവാനും നീ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറയുന്ന യേശുദേവനും നീ ഭക്ഷണം കഴിക്കുമ്പോൾ നിന്റെ അടുത്തുള്ള 7 വീടുകളിലെങ്കിലും ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് വേണം ഭക്ഷണം കഴിക്കാനെന്ന് പറയുന്ന പ്രവാചകനുമെല്ലാം മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ആഹ്വാനങ്ങളാണ് നടത്തുന്നത്. വർത്തമാനകാലത്ത് നമ്മുടെ സഹോദരങ്ങൾ ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും എല്ലാം പേരിൽ തമ്മിൽ തരുന്ന വിഷമകരമായ അവസ്ഥ പല സ്ഥലങ്ങളിലും ചില സ്ഥലങ്ങളിലെങ്കിലും കാണുന്നു എന്നുള്ളത് വേദനാജനകമാണ്. കാണിച്ചിരുന്നത് എന്റെ ബഹുമാന്യ സുഹൃത്തും പുതുമയിലെ നമ്മുടെ പ്രിയപ്പെട്ട എംഎൽഎയുമായ ശ്രീ കെ വി കുഞ്ഞിരാമനാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ആഘോഷ കമ്മിറ്റിക്ക് വേണ്ടിയും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കേണ്ടത് നമ്മുടെ പഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ ബാലകൃഷ്ണനാണ്. മറ്റേതൊരു യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം ഇരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്ക് അവിടെ എത്താം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ വളരെ നേരത്തെ തന്നെ കാര്യം പറഞ്ഞപ്പോൾ ഈ പരിപാടിയിൽ എന്തുതന്നെയായാലും പങ്കെടുക്കാമെന്ന് കഴിയും. വളരെ കൃത്യസമയത്ത് തന്നെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനുള്ള കരിപ്പത്ത മാഷെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും ആഘോഷ കമ്മിറ്റിക്ക് വേണ്ടിയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇത്തരം ആഘോഷ കമ്മിറ്റിക്ക് വേണ്ടിയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ആഘോഷ പ്രവർത്തനത്തിൽ എല്ലാ നിർദ്ദേശങ്ങളും തരികയും ഈ ആഘോഷം വിജയിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളെ പോലെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഈ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ പി കെ അബ്ദുറഹ്മാൻ മാസ്റ്റർ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്കെല്ലാം വേണ്ടിയും ആഘോഷ കമ്മിറ്റിക്ക് വേണ്ടിയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട മെമ്പർ ശ്രീ ജാഫർ തൊട്ടി വളരെ നേരത്തെ തന്നെ പരിപാടി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും നിങ്ങൾക്കെല്ലാം വേണ്ടിയും ആഘോഷ കമ്മിറ്റിക്ക് വേണ്ടിയും സ്വാഗതം ചെയ്യുന്നു. ഈ അബ്ദുൾ റഷീദ് ഷൈനിയാണ്. അദ്ദേഹത്തെ വളരെ നേരത്തെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. ഈ ആഘോഷ പരിപാടിയിൽ ഇന്നുതന്നെയായാലും മറ്റു പല തിരക്കുകളുടെ ഞാൻ സ്നേഹപൂർവ്വം
നിങ്ങൾക്കെല്ലാം വേണ്ടിയും ആഘോഷങ്ങൾക്ക് വേണ്ടിയും സ്വാഗതം ചെയ്യുകയാണ്. പഞ്ചായത്ത് മെമ്പർ ശ്രീ ഗണേശൻ ഇവിടെ ഈ സൗഹൃദ സാംസ്കാരിക സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഡോക്ടർ ആർ സി കരിപ്പത്ത്, ചടങ്ങിൽ സംസാരിക്കുന്ന ശ്രീ കിരികമല ശ്രീധരൻ നമ്പൂതിരി, ശ്രീ അബ്ദുൾ റഷീദ് റൈനി, ഫാദർ ബാബു ജേക്കബ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ പി കെ അബ്ദുറഹിമാൻ മാഷി, ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ ജാഫർ, ശ്രീ ജയകൃഷ്ണൻ, വയനാട്ട് കുലവന്തി യങ്ങട്ടിൻ്റെ കലവറ നിറക്കൽ ചടങ്ങ് ഭംഗിയായി ഇന്ന് കാലത്ത് നടത്തിയതിന് ശേഷം ഈ മഹത്തായ ജനകീയ കൂട്ടായ്മയുടെ ശ്രദ്ധേയമായ ഒരു ഭാഗം എന്നുള്ള നിലയിൽ ഒരു സൗഹൃദ സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിക്കുക. തീർച്ചയായും ഇത് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി മുന്നോട്ടേക്ക് വന്ന ഈ പ്രദേശത്തെ ആളുകൾക്ക്, തറവാട്ട് അംഗങ്ങൾക്ക് പുറമെ ഈ സംരംഭത്തെ സഹായിക്കുന്നതിന് വേണ്ടി സഹകരിച്ചിട്ടുള്ള ജനങ്ങൾക്കെല്ലാം ഈ ആഘോഷം ഈ പ്രദേശത്തെ ജനങ്ങളെ മാനസികമായും അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലുമുള്ള സൗഹൃദത്തിൻ്റെയും ഒരു ചങ്ങലയിൽ കോർത്തിണക്കാൻ ഉപകരിക്കുന്ന മഹത്തായ ഒരു സംരംഭമായി മാറണം എന്നാഗ്രഹമുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിച്ചത് എന്ന് ഞാൻ കരുതുന്നു. സമുദായത്തിൻ്റെ ഭാഗമായി ജീവിച്ചു പോവുകയും ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ ജനങ്ങൾ, ആ ജനങ്ങളുടേതായിട്ടുള്ള ആചാരപരമായ, അനുഷ്ഠാനപരമായ, ആത്മീയമായ ഒരു കർമ്മം നിർവഹിക്കുമ്പോൾ അത് അവരുടെ മാത്രമായ പരിശോധിക്കാനുമെല്ലാം സാധിക്കുന്ന ഒരു മഹത്തായ സംരംഭമാക്കി മാറ്റാനും സാമൂഹ്യ അന്തരീക്ഷത്തിൽ എല്ലാ വിധത്തിലുമുള്ള പ്രതിലോമപരമായ വർഗീയമായ ആശയങ്ങളെയും അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതിൻ്റെ നല്ല ദൃഷ്ടാന്തമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ വയനാട്ട് കുലവന്തി യങ്ങട്ടിൻ്റെ ഭാഗമായി ഒരു സാംസ്കാരിക സമ്മേളനം നടത്തുന്നു എന്ന് പറയുമ്പോൾ ആ സാംസ്കാരിക സമ്മേളനത്തിന് തീർച്ചയായും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം. നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തെയും ചരിത്രത്തെയും അറിയുന്നതാണ്. അത് വികസിപ്പിച്ചെടുത്തിട്ടുള്ള നാനാജാതി മതസ്ഥരായിട്ടുള്ള വ്യത്യസ്ത ആരാധനാ രീതികളെ പിൻപറ്റുന്ന, വ്യത്യസ്തമായ നിലയിൽ ജീവിച്ചു മുന്നോട്ടേക്ക് പോകുന്ന ഇന്ത്യയെ പോലെ ഒരു മഹാരാജ്യത്തിന് പലപ്പോഴും മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ എപ്പോഴും മതനിരപേക്ഷതയ്ക്ക്, അന്യമതസ്ഥരുടെ വിശ്വാസ പ്രമാണങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു വിശാലമായ മനസ്സ് വെക്ക് എന്ന് കാണുന്നത് പോലെ നിലനിൽക്കാൻ വേണ്ടിയിട്ട്, മുന്നോട്ട് പോകാൻ വേണ്ടി. അപ്പൊ ഏറെ മഹാഭൂരിപക്ഷം വരുന്ന രാജ്യങ്ങളിലെയും ജനങ്ങളുടെ മതവിശ്വാസം ഒന്നുകിൽ ഇസ്ലാം അല്ലെങ്കിൽ ക്രിസ്തു എന്നുള്ളതാണ്. എന്നാൽ ഇന്ത്യ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളിൽ ഒന്ന് ഇന്ത്യയുടെ മതബഹുലതയാണ്. ഈ മതബഹുലതയുടെ ഒരു പ്രാധാന്യവും സ്വാധീനവും നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളത് തീർച്ചയായും നാം പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. വിശ്വനായ ചിന്തകൻ A.R. ഭാഷാൻ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്ന കൃതിയിൽ അത്ഭുതം കൂടി ഇന്ത്യയെക്കുറിച്ച് നടത്തുന്ന ഒരു നിരീക്ഷണം എത്തിച്ചേർന്നിട്ടുള്ള ഒരു വിലയിരുത്തലാണ് എന്തൊരു വിസ്മയമാണ് ഇന്ത്യ എന്നുള്ളത്. അക്ഷരാർത്ഥത്തിൽ എന്തൊരു വിസ്മയം ജനിപ്പിക്കുന്ന ഒരു സാമൂഹ്യ ജീവിത ഘടനയുള്ള രാജ്യമാണ്. ലോകത്തിൽ ഇത്രയും വ്യത്യാസങ്ങളുള്ള, ഇത്രയും വൈജാത്യങ്ങളുള്ള ഒരു രാജ്യത്തെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. ഈ വൈജാത്യങ്ങൾക്കെല്ലാം ഇടയിൽ എങ്ങനെയാണ് നമുക്കിങ്ങനെ ഐക്യത്തിന്റെ ഒരു തുരുത്തുണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചത്? ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ് ചൈന. ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് 110 കോടിയോളം വരുന്ന ജനസംഖ്യയുണ്ട്. ആകെ ലോകത്തിനകത്ത് 700 കോടിയോളം ജനങ്ങളുണ്ട് എന്നാണ് കണക്ക്. ആ 700 കോടി നമ്മൾ ഭരിക്കാൻ അവസരം ലഭിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നും ഒരു കൂട്ടായ്മ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നിങ്ങൾ തന്നെ.
2007 വളരെ ശ്രദ്ധേയമായ ഒരുപാട് 1747 സന്യാസിതനായിട്ടുള്ള മിർജാപുറ വിട്ടുകൊടുക്കപ്പെട്ട് ബ്രിട്ടീഷ് പട്ടാളത്തിന് മുമ്പിൽ സിറാജുദ്ദൗലയുടെ സൈന്യം കീഴടങ്ങിയപ്പോൾ ഇന്ത്യയിലേക്കുള്ള ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ വിജയകരമായ ആദ്യത്തെ വലിയ വിജയകരമായ ഒരു ഒന്നിച്ച കൂട്ടായ്മ എന്നുള്ള നിലയിൽ പര്യവസാനിപ്പിക്കുന്നത് ഡോക്ടർ R.C. കരിപ്പത്താണ്. കുറച്ച് തിരക്ക് ഉള്ളത് കൊണ്ട് പ്രമുഖ മുസ്ലിം മതപണ്ഡിതർ ശ്രീ അബ്ദുൽ റഷീദ് ദൈനി പ്രഭാഷണം നടത്തും. അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ശ്രീ വയനാട്ട് പുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന സൗഹൃദ സാംസ്കാരിക സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചുകൊണ്ടിരിക്കുന്ന ബഹുനിരായ എ ബാലകൃഷ്ണൻ വളരെയധികം ഉപകാരപ്രദമായ നിരവധി വിഷയങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തി ഈ മഹത്തായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത പ്രഗത്ഭനായ MLA ബഹുമാന്യനായ KV കുഞ്ഞിരാമൻ, വേദിയിലിരിക്കുന്ന ശ്രീ ബ്രഹ്മശ്രീ പെരികമന ശ്രീധരൻ നമ്പൂതിരി, ഫാദർ ബാബു ജേക്കബ്, PK അബ്ദുറഹ്മാൻ മാസ്റ്റർ, ജാഫർ തൊട്ടി, M ജയകൃഷ്ണൻ തുടങ്ങിയ എല്ലാ നേതാക്കളെ ഈ ഒരു പ്രത്യേകമായ ആചാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് ധാരാളം കാര്യങ്ങൾ നമ്മുടെ MLA സംസാരിച്ചു. ഞാൻ അത്തരത്തിലുള്ള വിഷയങ്ങൾക്കൊന്നും പ്രവേശിക്കുന്നില്ല. വിശേഷിച്ച് ഇത്തരമൊരു പരിപാടി എല്ലാ ജാതി മതത്തിൽപ്പെട്ട ആളുകളെയും സംബന്ധിപ്പിച്ചുകൊണ്ട് വളരെയധികം ആകർഷകമായി നടത്താൻ ശ്രമിച്ചതിൽ ആദ്യമായി സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇത് തികച്ചും ഒരു അഭിനന്ദനാർഹമായ പരിപാടിയാണ് എന്ന് ഞാൻ അവകാശപ്പെടുന്നു. മനുഷ്യ മനസ്സുകൾക്ക് ഇടയിൽ മതിലുകൾ നിർമ്മിക്കുകയും സുന്ദരമായ ഉദാത്തമായ ഉജ്ജ്വലമായ ഒരു അന്തരീക്ഷത്തിലൂടെ ജീവിക്കേണ്ട മനുഷ്യരെ പരസ്പരം തല്ലിക്കുകയും കൊല്ലിക്കുകയും ചെയ്യുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ നിന്ന് വിഭിന്നമായി മനുഷ്യർക്കിടയിൽ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശങ്ങൾ പകരുന്ന ഇത്തരത്തിലുള്ള പരിപാടികളും ആഘോഷങ്ങളും തീർച്ചയായിട്ടും ഉജ്ജ്വലമായ ഒരു നാളെയെ കെട്ടിപ്പടുക്കുന്നതിൽ അതിമഹത്തായ പങ്കുവഹിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിയുന്ന ഒരു ഉപദേശമാണ്. ഇന്ത്യക്ക് സമാനമായ ഒരു രാജ്യം ഈ ഭൂമണ്ഡലത്തിലുള്ളത് ഇന്ത്യ മാത്രമാണ്. ഇതിൽ യാതൊരു സന്ദേഹവുമില്ല. ഏതെങ്കിലും അവരുടേതായ പ്രവർത്തനങ്ങളെയും മറച്ചു നോക്കേണ്ട ഒരു അവസ്ഥാവിശേഷമാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെയും ആവശ്യമില്ല. ഇവിടെ പരസ്പരം ചിലപ്പോൾ തല്ലുകയും സംഘർഷങ്ങൾ ഉണ്ടാക്കിയിട്ട് ചെയ്യുമ്പോഴെങ്കിലും എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമല്ലാതെ നാം ഇടപെടുന്ന കാര്യങ്ങളിൽ മുഴുവനും പോകാറില്ല. ഇതുപോലെ പൂർവ്വമെല്ലാം കഴിയുന്ന ഏതെല്ലാം സാഹചര്യങ്ങളുണ്ടാകുന്നു അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ മുഴുവൻ നമ്മളെല്ലാം പരസ്പരം സ്നേഹത്തോടെ സന്തോഷത്തോടെ കഴിയാൻ ശ്രമിക്കുമ്പോൾ കേവലം നമ്മുടെ സ്വാതന്ത്ര്യങ്ങളെ സംരക്ഷണത്തിന് വേണ്ടിയും അതോടൊപ്പം തന്നെ മറ്റു ചില സമ്പന്നമായ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രമുഖരായ MLA അവർ സൂചിപ്പിച്ചതുപോലെ സദ്ദാം ഹുസൈന്റെ ആ ഒരു കൊലയുമായി വധവുമായി ബന്ധപ്പെട്ട ശ്രമം സാമ്രാജ്യത്തിൽ നിന്ന് ഏറ്റവും രക്ഷപ്പെടുന്നത് മുസ്ലിം സമൂഹത്തിലാണ്. തരത്തിലുള്ള സംശയങ്ങൾക്കും ആരോപണങ്ങൾക്കും ഒക്കെ വഴി ചുറ്റിക്കറങ്ങി അവിടെയുള്ള ഔദ്യോഗികമായ കണക്കെടുപ്പ് നടത്തുകയും ചെയ്തുകൊണ്ട് മുസ്ലിംകൾ എങ്ങനെ ജീവിക്കുന്നു എന്ന അദ്ദേഹം ക്രോഡീകരിച്ച റിപ്പോർട്ടിൽ വളരെ സുവ്യക്തമായ പ്രശ്നമായി അദ്ദേഹം ഒരു കാര്യം രേഖപ്പെടുത്തുന്നു. അതായത് ഇന്ത്യൻ മുസ്ലിംകൾ ഇന്ത്യയിൽ നേരിടുന്ന ഏറ്റവും സുപ്രധാനമായ പ്രശ്നം ഐഡന്റിറ്റിയുടെ പ്രശ്നമാണ് എന്ന് അദ്ദേഹം സമർപ്പിക്കുന്നു. ഐഡന്റിറ്റിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മുസ്ലിംകളുടേതായ വേഷവിധാനങ്ങൾ, ആ വേഷം ഒരു പ്രത്യേകമായ വേഷമായിരിക്കാം. പക്ഷേ ഇതേ ദേശത്തിലുള്ള ആളുകൾ, അത് ബില്ലാദനാകാം, അതല്ലെങ്കിൽ ഐമൻ സവാഹിനിയാകാം, അതല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റുള്ള ആളുകളാകാം, അവരും ധരിക്കുന്നു എന്ന കാരണം കൊണ്ട് മുസ്ലിംകളാകുന്ന മുസ്ലിം മതപണ്ഡിതർ എന്ന് പറയപ്പെടുന്ന ഇന്ത്യൻ ധർമ്മ ആവുകയില്ല, ദൈവീയ ധർമ്മം പറയുക. എല്ലാ മതങ്ങളെയും ഏറ്റവും പ്രധാനമായ സാധനം അത് ദയയാണ്, കാരുണ്യമാണ്, സ്നേഹമാണ് എന്ന് വളരെ വ്യക്തമായി അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുമ്പോൾ ഇവിടെ പ്രസംഗിക്കുന്നത് മുഖ്യപ്രഭാഷകനായ കരിപ്പത്ത് ഡോക്ടർ അവர்களാണ്. പക്ഷേ ഞാൻ അധ്യക്ഷന്റെ എഴുതുകൊടുത്തു
കാരണം പ്രവാചകന്റെ ജന്മമാസമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മമാസം. ഈ ജന്മമാസം ഇനിയും 5 ദിവസങ്ങൾ കൂടി പരിപാടി എനിക്ക് സംബന്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ അവസരം ചോദിച്ചു വെച്ചതാണ്. അതുപോലെ സൃഷ്ടാവിന്റെ ആശ്രിതന്മാരാണ് ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും. ജാതി മത പക്ഷ കക്ഷി മുൻപിലുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അവരവർ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി അറിയണം. ഇതാണ് ബ്രഹ്മശ്രീ നാരായണ ഗുരുവിന്റെ സന്ദേശം. സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി, സ്വന്തം സൗഖ്യത്തിന് വേണ്ടി, സ്വന്തം ക്ഷേമത്തിന് വേണ്ടി ആരൊക്കെ എന്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ അത് അപരന്റെ സൗഖ്യത്തിന് വേണ്ടി കൂടി പ്രവർത്തിക്കുമ്പോൾ മാത്രമേ പറയുന്നതിന്റെ ഭാഷകൾ വ്യത്യാസം മാത്രമാണുള്ളത്. ഇന്ന് ഇവിടെ സംസ്കൃതം പ്രാർത്ഥിക്കുമ്പോൾ മുസ്ലിം അറബി ഭാഷയിൽ പ്രാർത്ഥിക്കുന്നു. ബ്രഹ്മശ്രീ നാരായണനും അദ്ദേഹത്തിൻ്റെതായ മലയാളം ഭാഷയിലുള്ള സന്ദേശങ്ങൾ നടത്തുന്നു. എല്ലാ മതങ്ങളുടെയും സന്ദേശങ്ങളും എല്ലാ മതങ്ങളുടെയും ഞാൻ ഇന്നലെ തന്നെ ആ പരിപാടി പറഞ്ഞു. മുസ്ലിങ്ങളാകുന്ന ന്യൂനപക്ഷം 2001 സെൻസസിൽ ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിം പോപ്പുലേഷൻ അങ്ങനെ ഇരിക്കുമ്പോൾ മുസ്ലിമുകളാകുന്ന ഞങ്ങൾ ന്യൂനപക്ഷമാകുന്ന മുസ്ലിങ്ങൾ ഒരു മതസൗഹാർദ്ദ രാജ്യമാണ് ഇനി വളരെ സുന്ദരമായി പാടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വളരെ സുന്ദരമായി കർണാടകയിലെ വരകളി വേൽക്കര എന്ന് പറയുന്ന മനുഷ്യൻ, ഞാൻ കർണാടകക്കാരനാണ്, എന്റെ നാട്ടിലെ പ്രഗത്ഭനായ വേൽക്കര എന്ന് പറയുന്ന ആൾ, നേരത്തെ സംബന്ധിച്ച് നിങ്ങൾ ഒരു പക്ഷേ കേട്ടിരിക്കാം. വരകളി ബോംബെ എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു കാലഘട്ടം മാത്രമാണ് ആൾ ജീവിക്കുന്നത്. ഈ ചെറിയ കാലഘട്ടത്തിലെ ജീവിതത്തിനിടെ നാം പരസ്പരം CSI ചാർട്ട് കാഞ്ഞങ്ങാട് ഫാദർ ബാബു ജേക്കബ് അദ്ദേഹത്തെ ക്ഷണിക്കാം. ശ്രീ വയനാട് പുലവൻ തേങ്ങിട്ടം ഉത്സവം അതിന്റെ എല്ലാ ഭംഗിയോടും അർത്ഥത്തോടും ആചരിച്ചുകൊണ്ടിരിക്കുന്ന പൂച്ചക്കാട് താഴത്തെ തറവാട്ടിലുള്ള എല്ലാ കാരണന്മാർക്കും സഹോദരി സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും എന്റെ സ്നേഹാഭിവാദനം ഞാൻ അറിയിക്കും. വളരെ പ്രൗഢഗംഭീരമായ പ്രഭാഷണങ്ങൾ കേട്ട് സന്തോഷം നിറഞ്ഞ ഹൃദയത്തോടെ ഈ സായാഹ്ന വേളയിൽ ഇവിടെ സന്നിഹിതരായ നിങ്ങളോടൊപ്പം കുറെ സമയം ചെലവഴിക്കുവാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള ഖേദത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. മാത്രമല്ല, ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയ MLA ശ്രീ KV കുഞ്ഞിരാമൻ അവർ ചരിത്രത്തിന്റെ താളുകളിലൂടെ നടന്നതായ രാഷ്ട്രീയ മുന്നേറ്റങ്ങളിലൂടെ നേടിയെടുത്തതായ ഉന്നതമായ ജീവിത നേട്ടങ്ങളുടെ കഥകള്, ചരിത്രത്തിൽ മാറ്റിമറിച്ചതായ സംഭവ ഗതികളെ നമ്മെ ഓർമ്മപ്പെടുത്തുവാനാണ് ഇടയാക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ദൈവ പ്രമാണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? മുഖ്യമായിട്ടുള്ള കൽപ്പന? ഏത് കൽപ്പനകളിലൂടെയാണ് എനിക്ക് ദൈവത്തെ തേടുവാൻ സാധിക്കും, ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ സാധിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ യേശുനാഥൻ പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കേണ്ടതാണ്. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. സൃഷ്ടിതാവായിരിക്കുന്ന ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടു കൂടി സ്നേഹിക്കുക. ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നും നമുക്ക് ജീവൻ നൽകിയതായ, ഈ പ്രപഞ്ചത്തിൽ നമ്മെ ഉരുവാക്കിയതായ, നമ്മുടെ ജീവിതത്തിന് ഒരു പാപം നൽകി ഈ ധന്യമായ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ശ്രീ KVക്ക്, ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ച പ്രിയ സുഹൃത്തുക്കളെ, സദസ്സിലെ ക്ഷേത്രേശന്മാരെ, ഗുരുജനങ്ങളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർ, വളരെയേറെ ആഹ്ലാദകരമായ അതുപോലെ തന്നെ ധന്യമായ ഒരു ചടങ്ങ് ഈ തറവാട്ടുമുറ്റത്ത് സമാരംഭിച്ചിരിക്കുകയാണ്. വടക്കൻ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ 1000 ആണ്ട് പഴക്കമുള്ള സ്വത്വബോധം ഉണരുന്ന ഒരു നിമിഷമാണ്. നാം കലവറ നിറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മനസ്സ് ഇപ്പോഴ് തുടിച്ചു നിൽക്കുന്നത്
നമ്മുടെ മനസ്സിൽ എല്ലാവിധ പൂർവിക പാരമ്പര്യത്തിന്റെ ബോധവും നിറഞ്ഞു നിന്നുകൊണ്ട് ചിന്തിക്കുന്നത് ഈ തെയ്യംകെട്ടിന്റെ സുദിനങ്ങളെ കുറിച്ചാണ്. ഭക്തി നിർഭരമായ മനസ്സാണ് ഇപ്പോൾ നമ്മുടേത് മുഴുവൻ. അതുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട MLA പറഞ്ഞത്, നമുക്ക് തെയ്യമെന്ന് പറയുന്നത് വെറൊരു കളിയല്ല എന്നും, നൂറ്റാണ്ട് പഴക്കമുള്ള നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ആകത്തുകയാണ് തെയ്യം എന്ന് പറയുന്നത്. ദൈവം എന്ന വാക്കിന്റെ ഗ്രാമീണ രൂപമാണ് തെയ്യം എന്ന് പറയുന്നത്. നമ്മുടെ തൊട്ടപ്പുറം ചെല്ലുമ്പോൾ കുമ്പളയില്, അതുപോലെ തൊട്ടപ്പുറം കുന്താപുരം തൊട്ട് ഇങ്ങോട്ട് വരുമ്പോഴും നമുക്ക് തുളുനാടെന്ന് വിളിക്കണം അവരെ, തുളുനാട്ടുകാർ. അവർക്കും ഇതുപോലെ തെയ്യവുമുണ്ട്, അവര് കോലെന്ന് പറയും. പക്ഷെ അവര് തെയ്യം കെട്ടിയാടുമ്പോൾ നമ്മൾ ചിന്തിച്ചാൽ, നമ്മൾ അതൊന്ന് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ ഈ ബോധം എത്രമാത്രം പൗരാണികമാണ്. അവിടെ കോലം കെട്ടിയിട്ട് രംഗത്തേക്ക് വന്നാൽ കോടതി പറഞ്ഞാൽ പോലും തുളുനാട്ടുകാരൻ അനുസരിക്കില്ല. പക്ഷെ തെയ്യം പറഞ്ഞാൽ അനുസരിക്കും. എന്താ തെയ്യം പറയാ? തുളുഭാഷയിൽ പറയും, സത്യോദ ദൈവയാല്, ഞാൻ സത്യമാകുന്ന ദൈവമാണ്. സത്യോദ ദൈവയാല്, സത്യോദ ഐന്താടനികൾ, നിങ്ങളോ സത്യവിശ്വാസികൾ. ആ വരികൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സത്യോദ ദൈവയാല്, ഞാൻ സത്യമാകുന്ന ദൈവമാണ്. സത്യോദ ഐന്താടനികൾ, നിങ്ങളൊക്കെ സത്യവിശ്വാസികളാണ്. പിന്നെയോ, ഈ ഊറ് സത്യോദ മണ്ണ് ഒന്നും, ഈ മണ്ണ് സത്യനാടാകുന്നു. സത്യ അസത്തെ, സത്യമല്ലാതെ അസത്യെ കോടിത്തറയെ ഗുണായോ, സത്യമല്ലാതെ അസത്യത്തെ തലയുയർത്താൻ ഞാൻ അനുവദിക്കുകയില്ല. സത്യോദനം വരും, സത്യത്തെ വിശ്വസിച്ചോളൂ. ഇത് തുളുനാട്ടുകാരന്റെ തെയ്യം വിളിച്ചോതുന്ന നമ്മുടെ ആയിരത്താണ്ട് പഴക്കമുള്ള സംസ്കാരത്തിന്റെ അടിവേരാണ്. അപ്പൊ നമുക്കും ദൈവമെന്ന് പറയുന്നത്, തെയ്യമെന്ന് പറയുന്നത് സത്യമാകുന്നു. നമ്മുടെ ഉള്ളില് പഴയ കാലത്ത് നമ്മുടെ കോടതിയോ അതുപോലെ പോലീസോ അതുപോലുള്ള നിയമ നീതിന്യായ ക്രമങ്ങളോ ഒന്നുമില്ലാത്ത കാലത്ത് നമുക്കിതെല്ലാമായിരുന്നു നമ്മുടെ തെയ്യക്കാവുകൾ. നമ്മുടെ നാട്ടിൽ ഒരുപാട് തെയ്യക്കാവുകളുണ്ട്. തീയ വിഭാഗത്തിന് അവരുടെ അറകള്, പള്ളിയറകള്, കഴകങ്ങള്, അതുപോലെ തന്നെ കോട്ടകൾ തുടങ്ങിയ പേരുകളിൽ, മുണ്ടിയകൾ തുടങ്ങിയ പേരുകളിൽ തെയ്യക്കാവുകളുണ്ട്. വാണിയർക്ക് അവരുടെ മുച്ചിലോട്ട് കാവുകളുണ്ട്. യാദവന്മാർക്ക് അവരുടെ കണ്ണങ്ങാട്ട് കാവുകളുണ്ട്. നായന്മാർക്ക് അവരുടെ കളരിയെന്നോ അതുപോലുള്ള പേരുകളിലുള്ള തെയ്യക്കാവുകളുണ്ട്. ഏറ്റവും താഴെ തട്ടിൽ പുലയ വിഭാഗത്തിന് അവരുടെ കോട്ടങ്ങൾ അല്ലെങ്കിൽ മന്നങ്ങളുണ്ട്. ഇതൊക്കെ തന്നെ വെറും തെയ്യം ആടിക്കളിക്കുന്ന കേന്ദ്രങ്ങൾ മാത്രമായിരുന്നില്ല പണ്ട്. ഉറപ്പിച്ചു പറയുന്നു, പണ്ട് ഇതൊന്നും കേവലമായ തെയ്യാട്ടത്തിന് വേണ്ടിയുള്ളത് മാത്രമായിരുന്നില്ല. പിന്നെയോ, നമ്മുടെ സാംസ്കാരിക ജീവിതത്തെ, നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ, നമ്മുടെ ഭൗതിക ജീവിതത്തെ ഒക്കെ നിയന്ത്രിച്ചിരുന്ന വളരെ ശക്തമായ ഘടകങ്ങളായിരുന്നു ഈ തെയ്യക്കാവുകളൊക്കെ തന്നെ. എന്താണ് അതിന്റെ ഘടന? തീയരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ വാണ്യനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ യാദവനെ സംബന്ധിച്ച് അവരുടെ തെയ്യക്കാവുകൾ, എല്ലാ തെയ്യക്കാവുകളെ കേന്ദ്രീകരിച്ചും വളരെ ജനാധിപത്യ രീതിയിലുള്ള ഒരു ക്രമീകരണം അവിടെ ഉണ്ടായിരുന്നു. ഏറ്റവും മുകളില് അതിഥിരികളുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ ആചാരക്കാരുണ്ട്. തൊട്ട് താഴെ നമുക്ക് അവിടുത്തെ വെളിച്ചപ്പാടനെ അല്ലെങ്കിൽ കോമരത്തെ കാണാം. പിന്നെയാണെങ്കിലോ അവിടെ സമുദായികളുണ്ട്, കൂട്ടുവായിക്കാരുണ്ട്, ബാല്യക്കാരുണ്ട്. ഇവരൊക്കെ തന്നെ അതത്. നമ്മുടെ ഇന്നത്തെ മുഖ്യ പ്രഭാഷകൻ ഡോക്ടർ RC കരിപ്പത്ത്, മറ്റ് വേദിയിലെ ബഹുമാന്യ നാട്ടുകാരെ, കൂത്തക്കാട്ട് വയനാട് പുലകം തെയ്യംകെട്ട് മഹോത്സവം ഇതിന്റെ ആരംഭം കുറിച്ചിട്ട് ഒരുപാട് ദിവസങ്ങളായി. ഇതിന്റെ പ്രവർത്തകര്, സംഘാടകര് വളരെയേറെ പണിപ്പെട്ടുകൊണ്ട് ഈ പരിപാടിയുടെ വിജയത്തിനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഇത്തരത്തിൽ ഒരു സൗഹൃദ സാംസ്കാരിക സമ്മേളനം കൂടി സംഘടിപ്പിക്കാൻ ഇതിന്റെ സംഘാടകർ തീരുമാനിച്ചത്
എല്ലാം കൊണ്ടും ഉചിതമായി എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ബഹുമാന്യനായ RC കരിപ്പത്തിന്റെ പ്രൗഢഗംഭീരമായ പ്രസംഗം അത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലേക്ക് ഹിന്ദു സമുദായത്തിൽ ഉണ്ടായിരുന്ന ഉച്ചനീതിത്വങ്ങൾ വളരെ വ്യക്തമായി നമ്മുടെ മുമ്പിൽ വരഞ്ഞു കാണിക്കുന്ന ഒരു പ്രൗഢഗംഭീരമായ സംസാരമായിരുന്നു. പഴയകാലത്ത് സ്വന്തം മറ്റു വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നത്. പൂച്ചക്കാട് ഇത്തരത്തിലുള്ള ഒരു തെയ്യംകെട്ട് സംഘടിപ്പിക്കുന്നതിന് ആദ്യമൊക്കെ തന്നെ ഇതിനോട് സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പാലക്കുന്ന് ശിവോദി ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഈ തെയ്യംകെട്ട് പരിപാടിയുമായിട്ട് കുറെ ദിവസങ്ങളായിട്ട് ഇതിന്റെ എല്ലാ കാര്യത്തിലും സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചടങ്ങും വളരെ അഭൂപൂർവമായ വിജയം മുഴുവൻ ഭാഗത്തു നിന്നും ആളുകൾ, ഇനി വരുന്ന ആളുകളും ഇവിടെ എത്തിച്ചേരും. നമ്മുടെ ജില്ലയില് മറ്റെങ്ങും കാണാത്ത വിധത്തിലാണ് ഒരു സൗഹൃദത്തിന്റെ അന്തരീക്ഷം, ഈ നാട്ടുകാരുടെ ഒക്കെ ഒരു കൂട്ടായ്മ ഈ തെയ്യംകെട്ട് മഹോത്സവ വിജയത്തിന് ഉണ്ടാകുമെന്നുള്ള പ്രത്യാശയാണ് ഞങ്ങൾക്കുള്ളത്. തെയ്യംകെട്ട് കമ്മിറ്റിയുടെ വകയായിട്ടുള്ള ആശംസ ഇവിടെ പൂച്ചക്കാട് മക്കാം ഉറൂസ് നടന്നപ്പോൾ അതിന് പ്രത്യേകം ബോർഡ് പ്രദർശിപ്പിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഈ തെയ്യംകെട്ട് വിജയിപ്പിക്കുന്നതിന് വേണ്ടി മക്കാം ഉറൂസ് കമ്മിറ്റിയുടെ വകയായിട്ടുള്ള ആശംസ ബോർഡുകളും ഈ പ്രദേശത്ത് കാണുകയുണ്ടായി. ആ ബോർഡിലെ അക്ഷരത്തിന്റെ ആത്മാർത്ഥത അത് യഥാർത്ഥമാകുന്നതിന് ഈ നാട്ടിലെ മുഴുവനും ജനവിഭാഗങ്ങളും ആത്മാർത്ഥമായിട്ട് സഹകരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. മഹോത്സവ വിജയത്തിന് വേണ്ടി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും ക്ഷേത്ര ഭരണസമിതിയുടെ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാർത്ത ചുരുക്കുന്നു. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞു. അധ്യക്ഷ പ്രസംഗം ബാക്കിയാക്കുകയാണ്. ഈ വൈകി വേളയിൽ അധ്യക്ഷ പ്രസംഗം നടത്തുന്നത് എന്തായാലും ഉചിതമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ഒരുപാട് ആളുകൾ വലിയ വലിയ കുറെ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇതൊക്കെ നമ്മുടെ പ്രദേശത്ത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി അതിനുള്ള ഒരു പ്രയത്നം കൂടി ആവട്ടെ ഇന്നത്തെ സാംസ്കാരിക സമ്മേളനം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ദൈവത്തിന്റെ ഏത് മതത്തിന്റെ ദൈവങ്ങളായാലും അതൊക്കെ ഒന്നാണ് എന്നുള്ളതാണ് ഈ സാംസ്കാരിക പ്രഭാഷണത്തിലൂടെ നമുക്ക് കാട്ടുന്നത്. എന്നാൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ കീഴിലുള്ള ഒരു ദൈവത്തിന്റെ പോസ്റ്റർ മറ്റൊരു മതക്കാരൻ കീറുകയാണെങ്കിൽ ഉടനെ വന്നിട്ട് ആരും പറയും നമ്മുടെ പോസ്റ്റർ കീറില്ല. ആര്? അത് ചിലപ്പോൾ ഹിന്ദുവിന്റെ അല്ലെങ്കിൽ വേദിയിലെയും സദസ്സിലെയും ബഹുമാന്യരെ, സൗഹൃദ സാംസ്കാരിക സമ്മേളനത്തിന്റെ പരിസമാപ്തി കുറിക്കാൻ പോവുകയാണ്. അവസാനമായിട്ട് ഈ പരിപാടിയിൽ സംബന്ധിച്ച ആളുകൾക്ക് നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ള ദൗത്യമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. സൗഹൃദ സാംസ്കാരിക സമ്മേളനം ഇവിടെ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ KV കുഞ്ഞിരാമൻ അവർകളാണ്. അദ്ദേഹത്തിന് ഈ മഹോത്സവ കമ്മിറ്റിയുടെയും എന്റെയും വ്യക്തിപരമായും മഹോത്സവ കമ്മിറ്റിയുടെയും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിച്ചത് നമ്മുടെ ബഹുമാന്യനായ പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ A ബാലകൃഷ്ണൻ അവർകളാണ്. അദ്ദേഹത്തിന് മഹോത്സവ കമ്മിറ്റിക്കുള്ള അകേതവുമായ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തിക്കൊണ്ട്
നമ്മെ എല്ലാവരെയും വളരെ ചിന്തയുടെ ധാരയിലേക്ക് എത്തിച്ച ബഹുമാന്യനായ ബഹുപണ്ഡിതനായ ശ്രീ ആസി കരിപ്പത്ത് അവർ അദ്ദേഹത്തിനും മഹോത്സവ കമ്മിറ്റിയുടെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പ്രഭാഷണം നടത്തിയത് ശ്രീ അബ്ദുൽ റഷീദ് ദൈനി, ഫാദർ ബാബു ജേക്കബ് എന്നിവരാണ്. അവർക്കും മഹോത്സവ കമ്മിറ്റിയുടെ നന്ദി അറിയിക്കുകയാണ്. തിരക്ക് കാരണം പ്രഭാഷണം നടത്താതെ തന്നെ ഇവിടെ നിന്ന് തിരിച്ചു പോകേണ്ടി വന്ന നമ്മുടെ ക്ഷണം പ്രകാരം ഇവിടെ എത്തുകയും ചെയ്ത് തിരിച്ചു പോകേണ്ടി വന്ന ബഹുമാന്യനായ ബ്രഹ്മശ്രീ പെരിയമ്മന ശ്രീധരൻ നമ്പൂതിരി അവർക്കും മഹോത്സവ കമ്മിറ്റിയുടെ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു